വിവാദങ്ങളും വികസനവാദങ്ങളും സമാസമം ചാലിച്ച് ഉത്സവങ്ങളുടെ നാട്ടിൽ തെരഞ്ഞെടുപ്പ് ഉത്സവം അവസാന ലാപ്പിലേക്ക്. വരും ദിവസങ്ങളിലെ അവധികൾ മുന്നിൽ കണ്ട് പര്യടനം പരമാവധി വേഗത്തിൽ പൂർത്തിയാക്കുകയാണ് സ്ഥാനാർത്ഥികൾ. ഉമ്മൻചാണ്ടിയെ ചൊല്ലി ചാണ്ടി ഉമ്മനും സഹോദരി ഭർത്താവും കൊടുങ്ങല്ലൂർ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയുമായ വർഗീസ് ജോർജും തമ്മിൽ വാക്പോര്. ഉമ്മൻചാണ്ടിയുടെ പേരിൽ കൊടുങ്ങല്ലൂരിൽ ആരും മുതലക്കണ്ണീർ ഒഴുക്കേണ്ടെന്ന് ചാണ്ടി ഉമ്മൻ. മുതലക്കണ്ണീർ ഒഴുക്കുന്നത് ആരാണെന്നും എല്ലാവർക്കും അറിയാമെന്നുമായിരുന്നു വർഗീസ് ജോർജിന്റെ മറുപടി. കൊടുങ്ങല്ലൂർ തൃശൂർ സംസ്ഥാന പാതയിൽ ഇതുവരെ ചെയ്ത കാര്യങ്ങൾ ഉൾപ്പെടുത്തി വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കണമെന്ന് KSTPക്ക് ഹൈക്കോടതി നിർദ്ദേശം. DTP 6 പറഞ്ഞ പ്രകാരം ഈ സംസ്ഥാന പാതയിലെ പ്രവൃത്തികൾ പൂർത്തീകരിച്ചിട്ടില്ല എന്ന് ഹർജിക്കാരുടെ അഭിഭാഷകൻ. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. വിവാദങ്ങളും വികസനവാദങ്ങളും സമാസമം ചാലിച്ച് ഉത്സവങ്ങളുടെ നാട്ടിൽ തെരഞ്ഞെടുപ്പ് ഉത്സവം അവസാന ലാപ്പിലേക്ക്. വരും ദിവസങ്ങളിലെ അവധികൾ മുന്നിൽ കണ്ട് പര്യടനം പരമാവധി വേഗത്തിൽ പൂർത്തിയാക്കുകയാണ് തൃശൂർ ജില്ലയിലെ സ്ഥാനാർത്ഥികൾ. മതന്യൂനപക്ഷങ്ങൾ നിർണായകമായ നാട്ടിൽ വിദേശ സംഭാവന നിയന്ത്രണ നിയമ ഭേദഗതിയും SIRഉം സജീവ ചർച്ചയാണ്. പുറമേക്കുള്ള വിവാദങ്ങൾക്കപ്പുറം അടിയൊഴുക്കുകൾ എങ്ങനെയെന്ന് പറയാൻ കഴിയാത്ത ജില്ലയാണ് തൃശൂർ. LDF ഭൂരിപക്ഷം സീറ്റിലും സിറ്റിംഗ് MLAമാരെ വീണ്ടും ഇറക്കിയപ്പോൾ NDAയ്ക്കും UDFനും പുതുമുഖങ്ങളാണ് ഏറെയും. BDJSന് പുറമെ ഇക്കുറി 2020യും NDA മുന്നണിയുടെ ഭാഗമാണ്. കൊടുങ്ങല്ലൂരിലും ചാലക്കുടിയിലും ഊർജിത പ്രവർത്തനത്തിലാണ് 2020. മതന്യൂനപക്ഷങ്ങൾ നിർണായകമായ നാട്ടിൽ വിദേശ സംഭാവന നിയന്ത്രണ നിയമ ഭേദഗതിയും SIRഉം സജീവ ചർച്ചയാണ്. കനലെരിയുന്ന രാഷ്ട്രീയ ഡീൽ വിവാദവും തൃശൂർ പൂരം കലക്കലും ശബരിമല സ്വർണ്ണക്കൊള്ളയും ഇടയ്ക്കിടെ പൊട്ടുന്ന കരുവന്നൂർ തട്ടിപ്പും ലൈഫ് പദ്ധതി വിവാദവും വെടിക്കെട്ടായി കത്തിപ്പടരുമോ എന്നതാണ് കാത്തിരിക്കുന്നത്. 10 വർഷമായി ആകെയുള്ള 13-12 സീറ്റും LDFന്റെ കയ്യിലാണ്. ഒരു കാലത്ത് UDFനോട് ചായ്വ് കാട്ടിയിരുന്ന ജില്ലയുടെ സ്വഭാവമാറ്റം കുറച്ചൊന്നുമല്ല കോൺഗ്രസിനെ ഞെട്ടിച്ചത്. നിലവിൽ ചാലക്കുടിയിൽ മാത്രമാണ് കോൺഗ്രസിന്റെ MLA ഉള്ളത്. മണ്ഡല പുനർനിർണയവും ഇതിന് കാരണമായി. നഷ്ടപ്രതാപം തിരിച്ചുപിടിക്കാനുള്ള ഊർജിത ശ്രമത്തിലാണ് UDF. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം NDA ജില്ലയിൽ നടത്തിയ ചിട്ടയായ പ്രവർത്തനത്തിന്റെ ഗുണം പാർലമെന്റ് മണ്ഡലത്തിലെ വിജയത്തിലൂടെ നേടിയതിന്റെ ആത്മവിശ്വാസത്തിലാണ് NDA. തൃശൂർ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞവട്ടം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന പത്മജ വേണുഗോപാലും നാട്ടികയിൽ അരിവാൾ നെൽക്കതിർ അടയാളത്തിൽ വോട്ട് തേടിയ CPIയുടെ CC മുകുന്ദനും ഇക്കുറി താമര ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. വിവാദ പരാമർശങ്ങളിലൂടെ B ഗോപാലകൃഷ്ണനും ഗുരുവായൂരിലെ മത്സരം ചർച്ചയാക്കി. 13 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിർത്തി ശക്തമായ ത്രികോണ മത്സരമാണ് NDA കാഴ്ചവെക്കുന്നത്. മീഡിയ ടൈം തൃശൂർ. ഉമ്മൻചാണ്ടിയെ ചൊല്ലി ചാണ്ടി ഉമ്മനും സഹോദരി ഭർത്താവും കൊടുങ്ങല്ലൂർ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയുമായ വർഗീസ് ജോർജും തമ്മിൽ വാക്പോര്. ഉമ്മൻചാണ്ടിയുടെ പേരിൽ കൊടുങ്ങല്ലൂരിൽ ആരും മുതലക്കണ്ണീർ ഒഴുക്കേണ്ടെന്ന് ചാണ്ടി ഉമ്മൻ പരാമർശമാണ് വാക്പോരിന് വഴി തുറന്നത്. കൊടുങ്ങല്ലൂരിലെ UDF സ്ഥാനാർത്ഥി OJ ജനീഷിന്റെ പ്രചാരണത്തിനിടെയായിരുന്നു ചാണ്ടിയുടെ പരാമർശം. ഒരു കോൺഗ്രസ്സുകാരൻ അദ്ദേഹത്തിന്റെ പേരിൽ വേറെ ആരും മുതലെടുക്കാൻ ഇങ്ങോട്ട് ഇവിടെ OJ ജനീഷ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, എന്റെ സഹോദര തുല്യനായി ഇവിടെ മത്സരിക്കുക. ഞാൻ മത്സരിക്കുന്ന പോലെ തന്നെ എന്റെ പിതാവിന് ഇഷ്ടം ശ്രീ OJ ജനീഷ് ഇവിടെ നിന്ന് അസംബ്ലിയിലേക്ക് എന്നാൽ ഉമ്മൻചാണ്ടിയുടെ പേരിൽ മുതലക്കണ്ണീർ ഒഴുക്കുന്നത് ആരാണെന്ന് എല്ലാവർക്കും അറിയാമെന്നായിരുന്നു വർഗീസ് ജോർജിന്റെ മറുപടി. മാധ്യമങ്ങളെ കൂട്ടി തെരഞ്ഞെടുപ്പ് കാലത്ത് ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ താൻ പോയിട്ടില്ലെന്നും വർഗീസ് ജോർജ് തിരിച്ചടിച്ചു. ഉമ്മൻചാണ്ടിയുടെ മരണം വിറ്റിട്ട് ഞാൻ വോട്ടാക്കിയിട്ടില്ല. അതാരൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. അദ്ദേഹത്തെ ജീവിച്ചിരിക്കുമ്പോൾ എതിർത്തവരും ഉപദ്രവിച്ചവരും എല്ലാം അദ്ദേഹത്തിൻ്റെ ശവകുടീരത്തിൽ പോയി മെഴുതിരി കത്തിച്ച് മീഡിയനെ വിളിച്ച് എല്ലാ പരസ്യം ചെയ്തിട്ട് ഇലക്ഷൻ ഇറങ്ങുന്നു. അവരാണ് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ മുതലക്കണ്ണീർ ഒഴുക്കുന്നത്, ഞാനല്ല. അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് മോഹൻലാലിൻ്റെ ഒരു ഡയലോഗാണ്, അവൻ കുട്ടിയാ പഠിച്ചോളും പിന്നെ. അപ്പോൾ ശരി. കൊടുങ്ങല്ലൂർ തൃശൂർ സംസ്ഥാന പാതയിൽ ഇതുവരെ ചെയ്ത കാര്യങ്ങൾ ഉൾപ്പെടുത്തി വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കണമെന്ന് KSTPക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി. DTP 6 പറഞ്ഞ പ്രകാരം ഈ സംസ്ഥാന പാതയിലെ പ്രവൃത്തികൾ പൂർത്തീകരിച്ചിട്ടില്ല എന്ന് കഴിഞ്ഞ ദിവസം ഈ കേസ് കോടതിയിലെത്തിയപ്പോൾ ഹർജിക്കാരുടെ അഭിഭാഷകൻ അറിയിച്ചു.
ഈ സാഹചര്യത്തിലാണ് സത്യവാങ്മൂലം സമർപ്പിക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടത്. കൊടുങ്ങല്ലൂർ തൃശൂർ സംസ്ഥാന പാതയിൽ ഫെബ്രുവരിയിൽ ജോലികൾ പൂർത്തിയാക്കണമെന്നാണ് കഴിഞ്ഞ വർഷം നവംബർ 4-ന് ഹൈക്കോടതി KSTPക്ക് നിർദ്ദേശം നൽകിയിരുന്നത്. എന്നാൽ 1 മാസം കൂടി വർക്ക് പൂർത്തിയാക്കാൻ സമയം നീട്ടിച്ചോദിക്കുകയാണ് KSTP ചെയ്തത്. DPRൽ പറഞ്ഞ പ്രകാരം ഈ സംസ്ഥാന പാതയിലെ പ്രവൃത്തികൾ പൂർത്തീകരിച്ചിട്ടില്ലെന്ന് കഴിഞ്ഞ ദിവസം ഈ കേസ് കോടതിയിൽ എത്തിയപ്പോൾ ഹർജിക്കാരുടെ അഭിഭാഷകൻ അറിയിച്ചു. ഈ സാഹചര്യത്തിൽ ഇതുവരെ ഈ റോഡിൽ നടത്തിയ വർക്കുകളെക്കുറിച്ചും ഇനി ചെയ്യാൻ ബാക്കിയുള്ള വർക്കുകളെക്കുറിച്ചും വിശദമായ റിപ്പോർട്ട് സത്യവാങ്മൂലമായി സമർപ്പിക്കാൻ ഹൈക്കോടതി KSTPക്ക് നിർദ്ദേശം നൽകി. ഈ റൂട്ടിലെ കോൺക്രീറ്റ് വർക്ക് വേഗത്തിൽ പൂർത്തീകരിക്കാൻ ഉത്തരവിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സോഷ്യൽ മൂവ്മെന്റ് ഫോർ ജസ്റ്റിസിന്റെ ഭാഗമായ കൊടുങ്ങല്ലൂർ തൃശൂർ പാസഞ്ചേഴ്സ് ഫോറം ഭാരവാഹികളായ PA സീതി, PA കരുണാകരൻ എന്നിവർ അഡ്വക്കേറ്റ് ഷാനവാസ് കാട്ടകത്ത് മുഖേന നൽകിയ ഹർജിയിലാണ് കോടതിയുടെ ഇപ്പോഴത്തെ ഉത്തരവ്. മീഡിയ ടൈം, കൊച്ചി. അധികൃതരുടെ അനാസ്ഥ മൂലം അപകടമെന്ന് ആരോപണം. മാള പട്ടാളപ്പടിയിൽ നിയന്ത്രണം വിട്ട കാർ മിക്സർ മെഷീനിൽ ഇടിച്ചു, തുടർന്ന് മതിലും ഇടിച്ചു തകർത്തു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. റോഡ് നിർമ്മാണത്തിനായി കൊണ്ടുവന്ന മിക്സർ മെഷീൻ 1 മാസമായി ഇവിടെ കിടക്കുകയാണ്. ഇന്ന് ഉച്ചതിരിഞ്ഞാണ് സംഭവം. മാളയിൽ നിന്നും അഷ്ടമിച്ചിറ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ ടയർ പൊട്ടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട് റോഡിൽ പാർക്ക് ചെയ്തിരുന്ന മിക്സർ മെഷീനിൽ ഇടിക്കുകയായിരുന്നു. തുടർന്ന് സമീപത്തെ മതിലും ഇടിച്ചു തകർത്തു. ചിറയത്ത് മേഴ്സി പൗലോസിന്റെ മതിലാണ് അപകടത്തിൽ തകർന്നത്. കാറിന്റെ മുൻഭാഗം ഭാഗികമായി തകർന്നിട്ടുണ്ട്. റോഡ് നിർമ്മാണത്തിനായി കൊണ്ടുവന്ന മിക്സ്ചർ മെഷീൻ 1 മാസമായി ഇവിടെ കിടക്കുകയാണ്. അധികൃതരോട് പലതവണ അറിയിച്ചിട്ടും ഇത് ഇവിടെ നിന്ന് മാറ്റാൻ തയ്യാറായില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു. ഏകദേശം 1 മാസത്തോളമായി ഈ റോഡ് സൈഡിൽ ഈ മിക്സർ വണ്ടി ഇവിടെ കിടക്കുന്നത്. പലരും എന്നെ വിളിച്ച് അല്ലെങ്കിൽ ഇവിടെ അയൽവക്കത്തുള്ള വീടുകളിലൊക്കെ വിളിച്ച് ഇതിനെക്കുറിച്ച് പറയാറുണ്ട്. ഈ വണ്ടി ഇവിടെ നിന്ന് മാറ്റിക്കാനുള്ള നടപടികൾ വേണ്ടാക്കിക്കോ, ആക്സിഡൻറ്റ് ഉണ്ടാവും. പക്ഷേ ഞാൻ ഈ അടുത്ത ദിവസം പഞ്ചായത്തിൽ തന്നെ പരാതി പറയാൻ ചെന്നപ്പോൾ പഞ്ചായത്ത് ഓഫീസ് മുടക്കായിരുന്നു. അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണമെന്നുണ്ടായിരുന്നു. അത് ഈ ദിവസങ്ങളിൽ നാളെ അറിയിക്കാമെന്ന് കരുതി നിൽക്കായിരുന്നു. അതിനുശേഷം ഇതിൽ കൂടെ പോലീസുകാർ പല പ്രാവശ്യം ഇതിൽ കൂടെ പോകുന്നുണ്ട്. ഉത്തരവാദിത്തപ്പെട്ട പലരും ഇതിൽ കൂടെ പോകുന്നുണ്ട്. ആ ഉത്തരവാദിത്തപ്പെട്ടവർ കണ്ണടയ്ക്കാണ്. ഈ വണ്ടി ഇവിടെ കിടക്കുന്നത് രാത്രി തന്നെ എനിക്കും ഇവിടെയുള്ള ഈ തൊട്ടടുത്തുള്ള ആളുകൾക്കൊക്കെ അനുഭവമുണ്ട്. ബൈക്ക് വരുമ്പോൾ ഇവിടെ ഒന്നാമതിന് ലൈറ്റില്ല, പെട്ടെന്നാണ് വണ്ടി വന്ന് നമ്മൾ കാണുന്നത് കിടക്കുന്നത്. അപ്പോൾ വണ്ടി വന്ന് ഇടിക്കാനുള്ള സാധ്യതയുണ്ടെന്നും പലരും പരാതി പറഞ്ഞിട്ടും ഈ ഒരു വാഹനം അധികൃതർ കാണാത്ത പോലെ നടക്കുകയാണ്. അപ്പോൾ ഇതിനൊരു അടിയന്തര പരിഹാരം ഉണ്ടാക്കാനായിട്ട് നാളെ ബന്ധപ്പെട്ടവരായിട്ട് കാണാൻ നിൽക്കുന്ന സമയത്താണ് ഇന്നിപ്പോൾ ഒരു കാറ് ഇതിൽ വന്ന് ഇടിച്ച് ആ മതിൽ തകർത്ത് ഇവിടെ കിടക്കുന്ന ഒരു സീനാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ ബന്ധപ്പെട്ടവർ ഇത്തരം ഒരു വാഹനങ്ങൾ ഇവിടെ എന്ന് മാത്രമല്ല ഈ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ ഉണ്ടാവുന്ന ഈ വാഹനങ്ങൾ അധികൃതരുടെ കണ്ണ് തുറപ്പിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ പ്രത്യേകിച്ചൊരു അഭിമുഖം കൊടുക്കുന്നത്. അപ്പോൾ ഈ വാഹനം മാത്രമല്ല ഇതുപോലെ കിടക്കുന്ന വാഹനങ്ങൾ അടിയന്തരമായിട്ട് മാറ്റണമെന്ന് ഞാൻ ബന്ധപ്പെട്ടവരോട് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. മാത്രമല്ല ദേശീയപാത ആയതിനാലും വളവുള്ള ഭാഗമായതിനാലും ഇവിടെ അപകട സാധ്യത ഏറെയാണ്. എന്നിട്ടും ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിച്ചിട്ടില്ലെന്ന ആരോപണവുമുണ്ട്. മീഡിയ ടൈം, മാള. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ ഓർമ്മ പുതുക്കി ക്രൈസ്തവർ ഇന്ന് ദുഃഖവെള്ളി ആചരിച്ചു. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. പീഡാനുഭവ സ്മരണ പുതുക്കി കുരിശിന്റെ വഴിയിലും വിശ്വാസികൾ പങ്കെടുത്തു. സ്ഥലം കല്ലറയിൽ സംസ്കരിക്കുന്നു. രാഹുൽ ഗാന്ധി മാളയിലേക്ക് ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് OJ ജനീഷിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് രാഹുൽ ഗാന്ധി മാളയിൽ എത്തുന്നത്. മാള സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് 4 മണിക്ക് രാഹുൽ ഗാന്ധി എത്തിച്ചേരും. തുടർന്ന് പൊതുസമ്മേളനം നടക്കും. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്റെ തെരഞ്ഞെടുപ്പ് വിജയം ഉറപ്പാക്കുവാനാണ് രാഹുൽ ഗാന്ധിയുടെ മാളയിലെ പ്രചരണം. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി VR സുനിൽകുമാർ പ്രവർത്തകർക്കൊപ്പം പൂവത്തുംകടവ് SN പുരം റോഡിൽ പ്രഭാത സവാരി നടത്തി.
കേരളത്തിലെ റോഡുകൾ അന്താരാഷ്ട്ര നിലവാരത്തിൽ BMBC ടാറിംഗ് നിർവഹിച്ച് ഗുണനിലവാരത്തിൽ ആക്കിയതിന്റെ ഭാഗമായി പുതുതായി പണികഴിപ്പിച്ച റോഡിലൂടെ നിരവധി പ്രവർത്തകരുടെ അകമ്പടിയോടെയാണ് പ്രഭാത സവാരി സംഘടിപ്പിച്ചത്. പൂവത്തുംകടവിലെ ഓപ്പൺ ജിം പരിസരത്ത് പ്രഭാത നടത്തം അവസാനിച്ചു. സുനിൽ കുമാറിനൊപ്പം KV ഉണ്ണികൃഷ്ണൻ, PR രതീഷ്, MM മുകേഷ്, സുരേഷ് പണിക്കശ്ശേരി, AS സുരേഷ് ബാബു, അജ്മൽ കരിപ്പാക്കുളം തുടങ്ങിയ നിരവധി നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു. UDF പുതുക്കാട് നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി KM ബാബുരാജ് വല്ലച്ചിറ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ പര്യടനം നടത്തി. പഞ്ചായത്തിലെ വിവിധ വീടുകളിലും ക്ഷേത്രങ്ങളിലും സന്ദർശനം നടത്തിയ അദ്ദേഹം വോട്ടർമാരെ നേരിൽ കണ്ട് പിന്തുണ അഭ്യർത്ഥിച്ചു. 3 മുറിയിൽ നടന്ന ദുഃഖവെള്ളി പരിഹാര പ്രദക്ഷിണത്തിൽ പങ്കുചേർന്ന് സ്ഥാനാർത്ഥി വിശ്വാസികളുമായി സൗഹൃദം പങ്കുവച്ചു. മണ്ഡലത്തിലെ വികസന വിഷയങ്ങൾ മുൻനിർത്തി നടത്തിയ പര്യടനത്തിൽ നിരവധി UDF പ്രവർത്തകരും പ്രാദേശിക നേതാക്കളും പങ്കെടുത്തു. പുത്തഞ്ചിറ കിഴക്കുംപറത്ത് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ശ്രീമുരുക നാരായണീയ സമിതിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന നാരായണീയ പാരായണ പരമ്പരയ്ക്ക് തുടക്കമായി. മാണിയങ്കാവിൽ നിന്ന് ഘോഷയാത്രയോടെ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. ഏപ്രിൽ 3, 4, 5 തീയതികളിലാണ് പാരായണം നടക്കുന്നത്. അനന്തനാരായണ സ്വാമിയാണ് യജ്ഞാചാര്യൻ. 7 ജന്മങ്ങൾക്ക് നിങ്ങൾ ഭൂലോകത്തിൽ ജനിക്കണം. അപ്പോൾ ഒരു പറഞ്ഞു സാധ്യമല്ല. 7 ജന്മമൊന്നും വൈകുണ്ഠം വിട്ട് നിൽക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. വേറെ വല്ല എളുപ്പ വഴിയുണ്ടോ എന്ന് ചോദിച്ചു. നമുക്ക് എളുപ്പ വഴികൾ ഒരുപാട് അറിയാം. വിശ്വാസനാമം ജപിച്ചുവോ? പിന്നെ ശ്രീരാമ രാമ രാമേ ധീരമേ രാമേ മനോരമേ സഹസ്രനാമ തതുല്യം രാമനാമവരാനനേ. വള്ളിവട്ടം കോഴിക്കോട് അപ്പാട്ട് ധർമ്മദേവ ക്ഷേത്രത്തിൽ കളമെഴുത്തുപാട്ട് മഹോത്സവം ആഘോഷിച്ചു. ഗണപതി ഹോമം, പൂമൂടൽ, അഷ്ടനാഗക്കളം, പാലും നൂറും ചടങ്ങുകൾ നടന്നു. വൈകിട്ട് വിഷ്ണുമായയ്ക്ക് കളം, ദീപാരാധന, പൂമൂടൽ എന്നിവ നടക്കും. നാളെ രാവിലെ ദേവിക്ക് കളമെഴുത്തുപാട്ട്, വൈകിട്ട് എഴുന്നള്ളിപ്പ്, ദീപാരാധന, പൂമൂടൽ, ഗുരുതർപ്പണം എന്നിവ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിവാദങ്ങളും വികസനവാദങ്ങളും സമാസമം ചാലിച്ച് ഉത്സവങ്ങളുടെ നാട്ടിൽ തെരഞ്ഞെടുപ്പ് ഉത്സവം അവസാന ലാപ്പിലേക്ക്. വരും ദിവസങ്ങളിലെ അവധികൾ മുന്നിൽ കണ്ട് പര്യടനം പരമാവധി വേഗത്തിൽ പൂർത്തിയാക്കുകയാണ് സ്ഥാനാർത്ഥികൾ. ഉമ്മൻചാണ്ടിയെ ചൊല്ലി ചാണ്ടി ഉമ്മനും സഹോദരി ഭർത്താവും കൊടുങ്ങല്ലൂർ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയുമായ വർഗീസ് ജോർജും തമ്മിൽ വാക്പോര്. ഉമ്മൻചാണ്ടിയുടെ പേരിൽ കൊടുങ്ങല്ലൂരിൽ ആരും മുതലക്കണ്ണീർ ഒഴുക്കേണ്ടെന്ന് ചാണ്ടി ഉമ്മൻ. മുതലക്കണ്ണീർ ഒഴുക്കുന്നത് ആരാണെന്നും എല്ലാവർക്കും അറിയാമെന്നുമായിരുന്നു വർഗീസ് ജോർജിന്റെ മറുപടി. കൊടുങ്ങല്ലൂർ തൃശൂർ സംസ്ഥാന പാതയിൽ ഇതുവരെ ചെയ്ത കാര്യങ്ങൾ ഉൾപ്പെടുത്തി വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കണമെന്ന് KSTPക്ക് ഹൈക്കോടതി നിർദ്ദേശം. DTP 6 പറഞ്ഞ പ്രകാരം ഈ സംസ്ഥാന പാതയിലെ പ്രവൃത്തികൾ പൂർത്തീകരിച്ചിട്ടില്ല എന്ന് ഹർജിക്കാരുടെ അഭിഭാഷകൻ. ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.